ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ? അപ്പോൾ ഇന്ന് നമ്മളതാ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്. രാവിലത്തെ വിശേഷങ്ങൾ ഇന്നിപ്പോൾ വീഡിയോ കാണുന്ന ദിവസത്തെ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല. അപ്പോൾ ഇന്ന് വീഡിയോ ഇടാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും വേഗം തന്നെ രാവിലത്തെ വിശേഷങ്ങൾ കുറച്ച് നമുക്ക് വീഡിയോ എടുത്തിട്ട് ഇന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 5:45 കഴിഞ്ഞപ്പോഴാണ് ഞാൻ അടുക്കളയിൽ എത്തിയത്. അപ്പോൾ വന്ന പാടെ പതിവ് പോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു. അടിച്ചു വിടലും എല്ലാം കഴിഞ്ഞു. ഇന്നലെ രാത്രിയിൽ നല്ല ഉറുമ്പുണ്ടായിരുന്നു കേട്ടോ. ഈ അടുപ്പിൻ്റെ അവിടെയും നമ്മൾ തിണ്ട് ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തൊക്കെ നല്ല ഉറുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ തണുപ്പൊക്കെ അല്ലേ, മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലോണം ഉറുമ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം ഉറുമ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുത്തതായിരുന്നു കേട്ടോ ഈ ഒരു തിണ്ടിൻ്റെ ആ ഓരത്ത് കൂടെ. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന പാടെ ഉറുമ്പുകളൊക്കെ ചത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അടിച്ച് മാറ്റിയതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് തുടച്ച് വിട്ടു കേട്ടോ. നമ്മൾ താഴ്ഭാഗമൊന്നും തുടച്ച് വിട്ടില്ല. തിണ്ടിൻ്റെ അവിടെ മാത്രമൊക്കെ നമ്മൾ ഗ്യാസ് അടുപ്പും ആ ഭാഗത്തൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണ് പിന്നെ ഞാനിതാ കുറച്ച് മാവ് എടുത്ത് കുഴയ്ക്കാനായിട്ട് പോണത് കേട്ടോ. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഗോതമ്പ് മാവായിരിക്കും എന്ന് വിചാരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഗോതമ്പ് മാവല്ല കേട്ടോ, നമ്മൾ അമൃതം പൊടി വെച്ചിട്ട് ഇന്നൊരു പലഹാരം ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ അമൃതം പൊടി കൊണ്ട് പലഹാരം ഉണ്ടാക്കാൻ പലതരത്തിലുള്ള പലഹാരങ്ങളൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് പോലെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ മക്കളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ഈ പൊടികളൊക്കെ നിറയെ കിട്ടുമല്ലോ, നമ്മൾ അംഗൻവാടിയിൽ നിന്ന് നിറയെ കിട്ടുമല്ലോ. ആ സമയത്ത് ഈ കുട്ടികളൊന്നും കഴിക്കില്ല കേട്ടോ. നമ്മൾ കുറുക്ക് ഉണ്ടാക്കി കൊടുത്താലൊന്നും കഴിക്കില്ല. അപ്പോൾ പിന്നെ അടയോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മളിങ്ങനെ ലഡ്ഡു പോലെ ഉരുണ്ടയൊക്കെ പിടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ കൊടുത്തു നോക്കാനൊക്കെ ആയിട്ട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്തു നോക്കിയിട്ട് പുട്ടുണ്ടാക്കി കൊടുത്തിട്ടൊന്നും കഴിക്കില്ല കേട്ടോ പിള്ളേർ. അപ്പോൾ ഞാനൊരു ദിവസം ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു. നമ്മൾ സേവനാഴിയിലിട്ടിട്ട് ഇതുപോലെ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കില്ല, ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ, ഒരുപാട് ചൂട് വേണ്ട കേട്ടോ, ചെറിയൊരു ചൂടുവെള്ളത്തിൽ അങ്ങനെ മാവിന് കുഴച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മധുരമാണല്ലോ ഈ മാവ്, അപ്പോൾ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ സേവനാഴിയിലിട്ടിട്ട് നമ്മുടെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കില്ല, നൂൽപുട്ട്, അതുപോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഞാനിതാ മാവൊക്കെ കുഴച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ വാഴയിലയിലാണല്ലോ എന്നും ഇടിയപ്പം ഉണ്ടാക്കണം. അപ്പോൾ അതുപോലെ തന്നെ വാഴയില പൊട്ടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ മക്കളും ഏട്ടനും ഒന്നും എണീറ്റിട്ടില്ല കേട്ടോ, അവരൊക്കെ ഉറക്കത്തിലാണ്, നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ മക്കളിനെയൊക്കെ വിളിച്ചു വിട്ടിട്ടുണ്ട്, കാരണം നേരത്തെ പോകണമല്ലോ കുട്ടികൾക്ക്. അപ്പോൾ അവരൊക്കെ വിളിച്ചു വിട്ടിട്ടുണ്ട്, ഓരോരുത്തരായിട്ട് എണീറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ആ തൊടിയിൽ വന്നിട്ട് നമ്മുടെ വാഴയിലേക്ക് പൊട്ടിക്കുന്നുണ്ട്. എൻ്റെ കൂടെ നമ്മുടെ റോസിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഭയങ്കര സൗണ്ടാണ് കേട്ടോ. നമ്മുടെ അടുത്ത വീട്ടിലിങ്ങനെ വീട് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെയോ പണികളുണ്ട്, വെൽഡിങ് അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അതിപ്പോൾ ഇല്ലാണ്ട് നമ്മൾ വോയിസ് ഓവർ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല. കാരണം വൈകുന്നേരം അവർ പണി മാറി പോണവരെ ഇത് തന്നെയായിരിക്കും കേട്ടോ ഇവിടെ സൗണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സൗണ്ടൊന്നും കാര്യമാക്കാതെ തന്നെ നമ്മൾ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ എന്തായാലും നമ്മുടെ വാഴയിലയൊക്കെ പൊട്ടിച്ചിട്ട് വന്നു. അതൊക്കെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മളിതാ അതൊന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഇതുപോലെ വാഴയില വെച്ചിട്ട് അതിൻ്റെ മേലെ അങ്ങനെ പീച്ചി കൊടുക്കുകയാണ്. പിന്നെ കൂട്ടുകാർ കുറേ പേരൊക്കെ ഇങ്ങനെ, പക്ഷേ ഇവിടെ ഉണ്ടല്ലോ അങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ നൂൽപുട്ട് ഇങ്ങനെ ഉണ്ടയായിട്ട് ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല. ഇതുപോലെ വാഴയില വെച്ചിട്ട് അതിൽ 2 or 3 ആയിട്ട് പീച്ചി എടുക്കാനാണ് കേട്ടോ പറയണത്. അപ്പോൾ ഇപ്പം ഞാൻ നമ്മൾ എന്താണ് നൂൽപുട്ടൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. നൂൽപുട്ട് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതിനിങ്ങനെ പൊടിച്ചിട്ട് നമ്മൾ മിക്സർ പോലെയാണ് കേട്ടോ എടുക്കുന്നത്. ഇപ്പോൾ നൂൽപുട്ട് നമ്മൾ ഉണ്ടാക്കിയാൽ അത് നൂൽപുട്ട് പോലെ നമുക്കിങ്ങനെ പൊട്ടാതെ കിട്ടുമൊന്നുമില്ല. എടുത്തിട്ട് നമ്മൾ ഇടുമ്പോഴേക്കും തന്നെ അത് മുറിഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കിയതിന് ശേഷം നമ്മളൊരു സ്പൂണ് വെച്ചിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഈ ഒരു നൂലൊക്കെ ഇങ്ങനെ പൊട്ടി നമ്മൾ മിക്സർ ഉണ്ടല്ലോ അതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കണക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ നമ്മുടെ ഈ ഒരു രാവിലത്തെ പലഹാരം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കാൻ ഒന്നുമില്ല കേട്ടോ, മാവൊന്നുമില്ല, ആകെ ഗോതമ്പ് മാവേ ഉള്ളൂ.
അത് വെച്ച് എന്താ എപ്പോഴും ചപ്പാത്തി തന്നെയല്ലേ ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു അമൃതം പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ ഒരു പാക്കറ്റ് തന്നതാണ്. അപ്പോൾ ആങ്ങളുടെ കുട്ടി ഉണ്ടല്ലോ, അവൾക്കങ്ങനെ അമൃതം പൊടിയൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഉണ്ട് കേട്ടെന്നറിയാം. അപ്പോൾ എനിക്കൊരു പാക്കറ്റ് തന്നതാണ്. ഇവിടെ കുട്ടികളൊന്നും അധികം കഴിക്കില്ല. ഞാൻ ആകെ ഉണ്ടാക്കുന്നത് അമൃതം പൊടി വെച്ച് ഇതുപോലെയാണ് കേട്ടോ. ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ കഴിക്കുള്ളൂ പിള്ളേർ. അപ്പോൾ എന്തായാലും ഇതാ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതൊന്നും നമ്മൾ നൂൽപുട്ട് വേവിച്ചെടുക്കണ പോലെ തന്നെ നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ സാധാരണ നമ്മൾ വൈകുന്നേരം കാപ്പിയൊക്കെ കുടിക്കില്ല, ആ സമയത്താണ് കേട്ടോ എങ്ങനെയൊക്കെ നുറുക്ക് വിദ്യകൾ ഉണ്ടാക്കണത്. ഇതുകൊണ്ടുള്ള ഒരു പണികൾ. അല്ലെങ്കിൽ കുറ്റിപ്പുട്ട് ഉണ്ടാക്കാറുണ്ട്. അധികം അങ്ങനെ ഇഷ്ടമല്ല പിള്ളേർക്ക് അതൊന്നും ഉണ്ടാക്കിയാലും. നമ്മളിങ്ങനെ കൊഴുക്കട്ടി ഉണ്ടാക്കിയാലും ഒന്നും അങ്ങനെ കഴിക്കില്ല. ജസ്റ്റ് ഒന്നോ രണ്ടോ കഴിച്ചിങ്ങനെ അങ്ങനെ പോകും. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ മിച്ചറൊക്കെ കഴിക്കില്ല എന്ന പോലെ നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അത് ചെയ്യണത്. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കടല വേവിക്കാനായിട്ട് ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തേക്ക് കറി വയ്ക്കാനായിട്ട് കടല ആണ് കേട്ടോ. കടല നമുക്ക് ഈ ഒരു ഉണ്ടാക്കുന്നുണ്ടല്ലോ പലഹാരം, അതിൻ്റെ കൂട്ടത്തിലും ഇടണം. അപ്പോൾ എന്തായാലും ഞാൻ പച്ചക്കടലയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നൂൽപുട്ടിന് വെള്ളമൊക്കെ വെച്ച് ഗ്യാസ് കത്തിച്ച് പിന്നെ ഞാൻ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വെക്കാൻ പോകുമ്പോഴത്തേക്കും ഗ്യാസ് കത്തുന്നില്ല കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഗ്യാസ് തീർന്നിരിക്കുകയാണ്. അങ്ങനെ ഏട്ടനെ വിളിച്ചിട്ട് ഗ്യാസൊക്കെ രണ്ടാമത്തെ കുറ്റിയെടുത്ത് ഫിറ്റ് ചെയ്യിപ്പിച്ചിട്ടു. പിന്നെ ഞാനിതാ അടുപ്പത്ത് നൂൽപുട്ടും കടലയൊക്കെ വേവിക്കാനായിട്ട് ഇട്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ നൂൽപുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അമൃതം പൊടി കൊണ്ടുണ്ടാക്കിയ നൂൽപുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുക്കറിനകത്ത് കടലയും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ നൂൽപുട്ടൊക്കെ റെഡി ആയപ്പോൾ ഞാനിതാ ഹോട്ട് ബോക്സിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ടിട്ട് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അതും മാത്രം മതി. കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കറിയൊന്നും വേണ്ട. ഒരു ലൈറ്റ് മധുരവും ചെറിയൊരു ഉപ്പ് രസവും നമ്മുടെ തേങ്ങയൊക്കെ ചേരുമ്പോൾ നന്നായിട്ടുണ്ടാകും കേട്ടോ. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാകും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ കടുക് പൊട്ടിച്ച് സവാളയും കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ട് നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കില്ലേ, അതുപോലെയും ഉണ്ടാക്കാം കേട്ടോ. അതുപോലെയും ഉണ്ടാക്കിയാലും നല്ല, അതും ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇവിടെ എപ്പോഴും നമ്മളിങ്ങനെ തേങ്ങ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണ് കേട്ടോ പതിവ്. ഇന്നിപ്പോൾ ഞാൻ കടല വേവിച്ചത് കൊണ്ട് തന്നെ കുറച്ച് കടലയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഉപ്പ് മാത്രമേ ഇട്ടിട്ടല്ലേ വേവിച്ചിട്ടുള്ളൂ. ആ കടലയും കൂടെ കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ആ കടലയും കൂടെ കഴിക്കുമ്പോൾ ഒരു നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു നൂൽപുട്ടിൻ്റെ കൂടെ തേങ്ങയും കടലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കാനായിട്ട് കൊടുക്കുകയാണ് പിള്ളേർക്ക്. അപ്പോൾ ചാരുമോൾ ഇത് അവിടെ റെഡി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, കഴിക്കാൻ വന്നിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ചായ ആക്കാനായിട്ട് അടുപ്പത്ത് ചായയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചായയും കൂടെ ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരാവി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഒരു 2 ആവിയും കൂടി ഉണ്ട് കേട്ടോ, നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറേശ്ശെ തേങ്ങ മിക്സ് ചെയ്യണുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവസാനം നമുക്ക് എല്ലാം കൂടെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് തേങ്ങയും കടലയൊക്കെ ഇട്ട് മിക്സ് ചെയ്താലും മതി. ചാരുമോൾ പോകാനായിട്ട് നിൽക്കില്ല, അപ്പോൾ അവൾക്ക് മാത്രം കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് അവൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതാ ചിട്ടിക്കുട്ടിക്ക് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകാനായിട്ട് ചോറ് വേണമല്ലോ. അപ്പോൾ ഞാനിതാ നേരെ അടുക്കളയിൽ നമ്മുടെ പുറത്ത് അടുപ്പിൻ്റെ അവിടെ വന്നിട്ട് ചാരമൊക്കെ വാരിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെ തീ കത്തിച്ചതിൻ്റെ ചാരമൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാരിയെടുത്ത് തീ കത്തിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നെടുത്ത വീഡിയോ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് ഇടുമ്പോഴത്തേക്ക് സമയം എത്രയാവുമെന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ ഇപ്പോൾ കുറേ ദിവസമായില്ല എൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ വൈകുന്നുണ്ട്. കാരണം എന്താണെന്നറിയാം, ഇവിടെ ഇപ്പോൾ രാവിലെയാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് നിൽക്കുന്നത്. പിള്ളേരും ഏട്ടനൊക്കെ പോയതിന് ശേഷം നമുക്കൊരു സ്വസ്ഥമായിട്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു ഒഴുക്കിൽ സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിനിടയ്ക്ക് വന്നിട്ട് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ ഏട്ടൻ തന്നെ മതി കേട്ടോ. ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടാൽ മതി, ആൾ വന്നിട്ട് മനഃപൂർവ്വം വന്നിട്ട് ഇങ്ങനെ എന്നെ നോക്കിയിരിക്കും. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ വായിട്ട് അലച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ പാട്ട് പാടിയിട്ടും മൂളിപ്പാട്ട് പാടിയിട്ടൊക്കെ അതീതി അങ്ങനെ നടക്കട്ടെ. എന്നെ മര്യാദയ്ക്ക് അങ്ങോട്ട് ഒരു സമാധാനത്തിൽ ഇരുന്നിട്ട് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് വിടില്ല.
അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഒത്തിരി സ്വസ്ഥമായിട്ടൊക്കെ ഇരുന്നിട്ട് അങ്ങനെ വോയിസ് ഓവർ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതാ ഏട്ടനുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പെയിൻ്റ് അടിക്കുന്നത് ഇവിടെ വീട്ടിൽ കുറച്ച് പെയിൻറ്റിങ് പണി ബാക്കിയുണ്ട്. അപ്പോൾ അതിന് രാവിലെ ഇങ്ങനെ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ചൊക്കെ വോയിസ് ഓവർ കൊടുത്തു. അതിന് ശേഷം ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വന്നിരുന്ന സമയത്ത് ആൾ അവിടെ വന്നിട്ട് നമ്മൾ എമരി പേപ്പറൊക്കെ ഇട്ട് ഉരയ്ക്കുന്ന ഒരു ശബ്ദം അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് മാറിയിട്ട് നമ്മുടെ വീട്ടിൻ്റെ ബാക്കിൽ അടുക്കളുടെ ബാക്കിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സൗണ്ടിൽ കുറച്ച് വ്യത്യാസം വരും കേട്ടോ. നമുക്ക് ഒരു ചെറിയൊരു വ്യത്യാസം വരും. അപ്പോൾ നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും സമയം ഒരു 11:30 ആവും. ഇവിടെ ആണെങ്കിൽ നെറ്റ് സ്പീഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അറിയാമല്ലോ, ഞാനിങ്ങനെ പെരപ്പുറത്തൊക്കെ കൊണ്ടുവച്ചിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നെറ്റ് സ്പീഡ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ 1 മണി 2 മണിയൊക്കെ ആവും നമ്മുടെ വീഡിയോസൊക്കെ അപ്ലോഡായി കിട്ടാനായിട്ട്. പിന്നെ അത് തമ്പനെയിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് എല്ലാം വെച്ച് ആകുമ്പോഴത്തേക്ക് ഒരു വിധമാവും, കാരണം സമയമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസ് ഇപ്പോൾ കൃത്യസമയത്ത് എനിക്ക് 12:30 ഇടാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇനി ഞാൻ ഇപ്പോൾ സമയം നോക്കി ഇടുന്നതിൽ ഒരു വലിയ ഒരു ഇതില്ല എന്ന് തോന്നുന്നു. കാരണം എനിക്ക് പറഞ്ഞ സമയത്ത് ഇടാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു സമയത്ത് പറയാതിരിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ വീഡിയോസ് എപ്പോൾ അപ്ലോഡായി കിട്ടുന്നോ ആ സമയത്ത് ഞാൻ ഇടും കേട്ടോ. ഞാൻ വീഡിയോ ഇല്ലാത്ത ദിവസം ഞാൻ എന്തായാലും നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വന്നിട്ട് നമ്മുടെ അതേ സമയത്ത് നമ്മൾ ഇല്ലയെന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീഡിയോസ് പ്രതീക്ഷിക്കാം, കാരണം കുറച്ച് വൈകിയാലും വീഡിയോസ് ഇടും കേട്ടോ. അപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എപ്പോൾ ഇത് അപ്ലോഡായി കിട്ടുന്നൊന്നും അറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളോട് കുറച്ച് കൂട്ടുകാർ ഹായ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നല്ല, ഒരു 2-3 ദിവസം മുമ്പൊക്കെ ഓരോരുത്തരും ചോദിച്ചിട്ടുണ്ട്, എനിക്ക് പറയാനായിട്ട് വിട്ടുപോയതാണ്. ശിവാനൂസ് വേൾഡ് വന്നിട്ട് മക്കൾക്ക് വേണ്ടി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ശിവന്യ അനന്യ എന്നാണ്. അപ്പോൾ 2 ദിവസം മുമ്പ് ചോദിച്ചതാണ്. പിന്നെ നമ്മുടെ ചേച്ചിയാണ് ചോദിച്ചത്, സരിത ചേച്ചി. അതിപ്പോൾ എൻ്റെ ഒരു ചേച്ചി തന്നെയാണ് കേട്ടോ. ചേച്ചി ചോദിച്ചിട്ടുണ്ട്. പിന്നെ അമ്പിളി സജീവ് വന്നിട്ട് അവരുടെ മോളുടെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചോദിച്ചത്. കുഞ്ചൂസിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസമായി ചോദിച്ചിട്ട് എനിക്കത് പറയാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ ചേച്ചി, മനഃപൂർവ്വമല്ല. അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചോദിച്ച എല്ലാ ഫ്രണ്ട്സിനും വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് അടുപ്പിൽ അരിയൊക്കെ ഇട്ടതിന് ശേഷം ഞാനിതാ നമ്മുടെ കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ കടലക്കറി ഉണ്ടാക്കുന്നത് കുറേ നമ്മൾ വീഡിയോയിൽ കാണിച്ചാണല്ലോ, വെറുതെ കാണിച്ച് ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ കടലക്കറിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കടുക് പൊട്ടിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിട്ടിക്കുട്ടി പോവാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കടലക്കറി ആയിട്ടുണ്ട്. അതിന് ശേഷം എന്താ, ഞാൻ കുറച്ച് നാരങ്ങ ഉണ്ടായിരുന്നു, കുറച്ചല്ല ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഗണപതി നാരങ്ങ ഉണ്ടല്ലോ, അത് ഇപ്പോൾ ഏട്ടന് 2 ദിവസം മുമ്പ് എവിടെ നിന്നോ കിട്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് വെക്കാം നാളെ വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാനിത് വാടിപ്പൂവും, വേഗം വെക്കാനായിട്ട് ഏട്ടൻ ഇന്നലെയും പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ തന്നെ നമ്മുടെ അടുപ്പ് കത്തിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ അടുപ്പൊന്ന് ആറിപ്പോകുമ്പോഴേക്കും ചോറായ വഴിക്ക് തന്നെ നമ്മൾ നാരങ്ങക്കറി അടുപ്പത്താക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഗണപതി നാരങ്ങയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. ചിലർ തൊലിയൊക്കെ കളയണത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാനിവിടെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. ഇത് നല്ല പിഞ്ചാണ് കേട്ടോ, നമ്മൾ നല്ലോണം മൂത്തിട്ടൊന്നുമില്ല, നല്ല പിഞ്ചായിട്ടുള്ളൊരു നാരങ്ങയാണ്. കുരുവും അധികം മൂപ്പില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുരുവും തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. കയ്പ്പ് ചെറുതായിട്ടൊരു കയ്പ്പ് ഉണ്ടാവും, തൊലി കളഞ്ഞാൽ കയ്പ്പ് ഉണ്ടാവില്ല എന്നൊക്കെ പറയണു. പക്ഷെ ആ ഒരു തൊലിക്ക് നമ്മളിങ്ങനെ നല്ലോണം കുറേ ദിവസം നമ്മൾ പുളിയിലൊക്കെ കിടന്ന് മധുരവും ഉപ്പും പുളിയും എരിവൊക്കെ പിടിച്ച് വരുമ്പോൾ ആ ഒരു തൊലിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഞാനങ്ങനെ ഇവിടെ ഞാൻ നാരങ്ങക്കറി വെക്കുമ്പോൾ തൊലിയൊന്നും അങ്ങനെ കളയാറില്ല, കഴുകി എടുത്തിട്ട് മുറിച്ചെടുത്തതാണ്. നല്ല മൂത്ത നാരങ്ങയൊക്കെ ആകുമ്പോൾ നമ്മൾ നല്ലോണം കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി അതിൻ്റെ ആ കട്ടുണ്ടല്ലോ അത് കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ നാരങ്ങക്കറി വെക്കുന്നത്. ഇതിപ്പോൾ വലിയ മൂപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ആ ചോറൊക്കെ ആയി വാർത്ത് വെച്ചതിന് ശേഷം ചിട്ടിക്കുട്ടിനെ സ്കൂളിൽ പറഞ്ഞയച്ച് വിട്ടിട്ടുണ്ട്. ചോറൊക്കെ ആക്കി കൊടുത്തു, അവൾ പോയിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതാ വീണ്ടും അടുപ്പൊക്കെ ഒന്ന് സെറ്റാക്കി പിന്നെ ഞാൻ നമ്മുടെ നാരങ്ങക്കറി ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അവിടെ നാരങ്ങ പുളി എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇത് വടകപ്പുളി നാരങ്ങയല്ല, നമ്മുടെ ഗണപതി നാരങ്ങയാണ്. ഇതിപ്പോൾ എന്ത് നാരങ്ങയാണ്, നാരങ്ങപ്പുളി അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയണത്. അപ്പോൾ എന്തായാലും ഇത് സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയും തോന്നുന്നു. ഇപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പലരുടെയും പല രീതിയിലായിരിക്കും, അപ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ.
അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വെളിച്ചെണ്ണയാണ് ഇന്നിപ്പോൾ ഒഴിച്ച് കൊടുത്തത്. വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ കടുകിട്ടു. കടുകൊക്കെ പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഒരു 2 വറ്റൽമുളകും പൊട്ടിച്ചിട്ട് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചു. അതിന് ശേഷം നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ നമ്മുടെ മുറിച്ച് വെച്ച നാരങ്ങയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത പാത്രം ഇത്തിരി ചെറുതായിരുന്നു, ഇളക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷം ഞാൻ പിന്നെ വേറെ പാത്രം കേട്ടോ, കുറച്ചും കൂടെ വലിയ ഒരു മീൻചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് അതിൽ നാരങ്ങയൊക്കെ ഇട്ട് കൊടുത്തു, നല്ലോണം മിക്സ് ചെയ്തു കേട്ടോ. പിന്നെ ഞാനിതാ പുളി പിഴിഞ്ഞ് വെച്ചതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു കഷ്ണം കായവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കായപ്പൊടി ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇതിപ്പോൾ ഞാൻ കായമാണ് കേട്ടോ, കഷ്ണം ഉണ്ടല്ലോ, അതാണ് ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടെ പെയിൻറ്റ് വാങ്ങിച്ചതിൻ്റെ ബാക്കി നമ്മൾ അന്ന് അടുക്കളയും ഉമ്മറൊക്കെ അടിച്ചതിൻ്റെ ബാക്കി കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഹാൾ അടിച്ചു വിടണം പറഞ്ഞിട്ട് ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഏട്ടനിടയ്ക്ക് പണിയൊക്കെ തുടങ്ങിയത് കൊണ്ട് തന്നെ ആൾ പണിക്കൊക്കെ പോകാനായിട്ട് നിന്നില്ലേ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ലീവുമാണ്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ പണിക്ക് പോകണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് രാവിലെ എണിച്ചിട്ട് ഇതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ആളിവിടെ പെയിൻ്റ് അടിക്കാനായിട്ട് നിൽക്കാനിട്ട്. അപ്പോൾ ഇവിടെ ഒക്കെ ആകെ മുഷിഞ്ഞിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ പുട്ടി വെച്ച് എല്ലാം ഒപ്പമാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പെയിൻ്റ് അടിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ കുറച്ച് സമയം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ വന്ന് നോക്കുമ്പോൾ നമ്മുടെ പുളിവെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്തും ഞാൻ 2 കഷ്ണം വെല്ലവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെല്ലം അച്ചുണ്ടല്ലോ, അത് 2 കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഇത്തിരി കയ്പ്പും എരിവും പുളിയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം മധുരം ഉണ്ടാകുമ്പോഴാണ് കുട്ടികളൊക്കെ കഴിക്കുക കേട്ടോ. മധുരം കുറഞ്ഞാൽ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇത്തിരി നല്ലോണം മധുരം ഇരുന്നോട്ടെ എന്നും പറഞ്ഞിട്ട് 2 കഷ്ണം വെല്ലം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നാരങ്ങ കറി അല്ലെങ്കിൽ നാരങ്ങ പുളി എന്ന് പറയുന്ന കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ അടുക്കള വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ പുറം പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.